പേരിൽ അള്ളാഹുവിന്റെ ഹിദായത്ത് നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് ഇവിടെ ഉണ്ടായത്. ശുദ്ധമായ ഖുർആൻ പറയുന്നു, വക്കിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. ഇതല്ല മുസ്ലിമിന്റെ പേഴ്സണാലിറ്റി. മുസ്ലിം ഇങ്ങനെയല്ല. ഉറച്ച നിലപാടുകൾ. ഉമ്മയുടെ ഉമ്മയിൽ നിന്ന് ജന്മം കൊണ്ടേടം മുതൽ മരണത്തിലൂടെ ലോകത്തുള്ള അവസാനത്തെ യാത്ര അവസാനിപ്പിക്കുമ്പോഴേക്കും അള്ളാഹുവിന്റെ മുമ്പിലേക്കുള്ള ബർസഖിന്റെ യാത്ര ആരംഭിക്കുന്ന സെക്കൻഡ് വരേക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിൽ വിട്ടുവീഴ്ചയില്ലാതെ ജീവിക്കുന്ന സത്യവിശ്വാസി അവനാണ് മുഅ്മിൻ. അല്ലാഹുവേ, അങ്ങനത്തെ ഈമാൻ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. എന്തെങ്കിലും ഒരു അബദ്ധം, എന്തെങ്കിലും ഒരു രോഗമോ പ്രയാസമോ വരുമ്പോഴേക്കും ഇന്നാലിന്റെ പൂജാരിയുടെ അടുത്ത്, ഇന്നാലിന്റെ അമ്പലത്തിൽ അതിന് ചികിത്സയുണ്ടെന്ന് പറയുമ്പോഴേക്കും ഒന്ന് ഓടിപ്പോവല്ലേ. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെ, മരുന്നുകളും ഡോക്ടർമാരും ഉണ്ടായിരിക്കെ, ഇസ്ലാമേതര മതവിശ്വാസങ്ങൾ ഉപയോഗിച്ച്, ഇസ്ലാമേതര മതങ്ങളുടെ മന്ത്രങ്ങൾ ഉപയോഗിച്ച്, ഇസ്ലാമേതര മതങ്ങളിലെ പൂജകൾ ഉപയോഗിച്ച് എന്തെങ്കിലും ചികിത്സ ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു പക്ഷേ രോഗമങ്ങ് മാറി എന്ന് തന്നെ വരാം. എന്തുകൊണ്ട്? പിശാച് ഉദ്ദേശിക്കുന്നത് നമ്മെക്കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കുവാനാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ പിശാചിന്റെ ഉപദ്രവം ഒഴിവായി കിട്ടും. എന്നാൽ അള്ളാഹുവിന്റെ കലാമ് കൊണ്ട് ചികിത്സിക്കുമ്പോ ചില വിഷയങ്ങളിൽ 5 കൊല്ലത്തോളം വിശുദ്ധ ഖുർആൻ ഓതി റുഖ്യ ചെയ്യേണ്ട കേസുകൾ ഉണ്ടായിട്ടുണ്ട്. 5 കൊല്ലം നിരന്തരമായി റുഖ്യ ചെയ്തു കൊടുക്കണം. ഖുർആൻ കൊണ്ട് മന്ത്രിച്ചൂതി കൊടുക്കുന്ന ചികിത്സ 5 കൊല്ലം ഒരൊറ്റ രോഗിക്ക്. നമ്മൾ പറയൂലേ, ഒരു പ്രാവശ്യം ചെയ്ത് സുഖല്ല, 2ാമത്തെ പ്രാവശ്യം ചെയ്ത് സുഖല്ല, എന്നാ പിന്നെ നമുക്ക് വേറെ നോക്കാം. അങ്ങനെയല്ല, മാറി നിൽക്കല്ലേ. അള്ളാഹുവിന്റെ ഖളാ ഹത്താ യഅതിയ ശിഫാഇ ഔ ഖളാ, അള്ളാഹുവിന്റെ വിധിയോ എന്റെ ശിഫയോ എനിക്ക് വരുന്നതുവരെ ഞാൻ അള്ളാഹുവിന്റെ കിതാബിന്റെ കൂടെയാണ്, അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെയാണ്. ഏതെങ്കിലും ആളുകൾ അവിടെ പോയപ്പോൾ അവന് സുഖമായി, ആ ഒരു ക്ഷേത്രത്തിൽ ഇത്ര ദക്ഷിണ കൊടുത്തപ്പോ കാര്യം സുഖമായി, അവിടെ ഇന്നത് ചെയ്തപ്പോ കാര്യം സുഖമായി. മുസ്ലിമീങ്ങളായ ആളുകളോടുള്ള എല്ലാ ബഹുമാനവും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അവര് നമ്മുടെ സഹോദരങ്ങളാണ്. മുസ്ലിമീങ്ങളല്ലാത്തവരോട് പോലും കരുണ ചെയ്താലും സ്വതക്ക ചെയ്താലും കൂലിയുണ്ട് എന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. എന്നാൽ വിശ്വാസത്തിന്റെ പേരിൽ നമ്മുടെയും അവരുടെയും അഖീദകളിൽ വിശ്വാസമുണ്ടല്ലോ, വിശ്വാസത്തിൽ വ്യത്യാസമുണ്ടല്ലോ. അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ദീനല്ലാത്ത മറ്റൊരു ദീനിനെ പുൽകുകയോ മറ്റൊരു ദീനിന്റെ സംസ്കാരം സ്വീകരിക്കുകയോ ചെയ്യുന്ന രീതി ഇസ്ലാമേതര ചികിത്സാ രീതികളിൽ വന്നു പോകുന്നുണ്ട്. അതുകൊണ്ടത് ഹറാമും നിഷിദ്ധവുമാണ്. ഞാൻ രോഗിയായി ഇങ്ങനെ തന്നെ മരിക്കലാണ് അള്ളാഹുവിന്റെ ഖളാ എങ്കിൽ പോലും അള്ളാഹു ഇഷ്ടപ്പെടാത്തൊരു ചികിത്സ എനിക്ക് വേണ്ട എന്ന് പറയുന്നിടത്തേക്ക് നമ്മുടെ ഈമാൻ ഉയരണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. പ്രയാസം വരുമ്പോഴേ ആളുകൾ പറയുന്നിടത്തേക്കൊക്കെ ഓടിപ്പോവും. ഇന്നലെ ഒരു ഉമ്മ എന്റെ വീട്ടിൽ കാണാൻ വേണ്ടി വന്നു. 52 വയസ്സുള്ള മകനെയുമായി. ആ മകന് മാനസിക പ്രയാസങ്ങളുണ്ട്. 52 കൊല്ലായി ആ ഉമ്മ കൊണ്ടു നടക്കുന്നു. ദ്വാരക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, എന്തായാലും സദസ്സിൽ ദുആ ചെയ്യാന്ന് പറഞ്ഞു. അല്ലാഹുവേ, ആ മകന് നീ ശിഫ കൊടുക്കണേ പടച്ചവനെ, നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. ആ ഉമ്മ കയറിയിറങ്ങാത്ത ഹോസ്പിറ്റലില്ല. ഉമ്മ പറഞ്ഞു, മോനെ, നിങ്ങളുടെ അടുത്ത് ഇത് പറിച്ചൂരാനുള്ള മരുന്നുണ്ടെന്നൊന്നല്ല ഞാൻ വിശ്വസിക്കുന്നത്, നിങ്ങൾക്ക് ദ്വാരക്കാൻ പറ്റുമല്ലോ. ഒരുപാട് ആളെടുത്ത് ചെന്നിട്ടുണ്ട്, ഒരുപാട് ചികിത്സ ചെയ്തു, ഒരുപാട് ഡോക്ടർമാരെ കണ്ടു. 52 വയസ്സുള്ള മോനെ റൂമിലിട്ട് പൂട്ടണം, ഇല്ലെങ്കിൽ ഇറങ്ങി ഓടിക്കളയും. ഒരു ഉമ്മയുടെ വിഷമം ഒന്നും അറിയാം. മാനസിക പ്രയാസങ്ങളുള്ള മക്കളുണ്ടാവൂലേ പല വീട്ടുകളിലും അയൽപക്കങ്ങളിൽ നമ്മുടെ നാടുകളിൽ. അല്ലാഹുവേ, നീ ശമനം കൊടുക്കണേ പടച്ചവനെ, ശിഫ കൊടുക്കണേ പടച്ചവനെ. നിങ്ങളുടെ മക്കളിലോ മക്കളുടെ മക്കളിലോ തലമുറകളിലോ മാനസിക ഭ്രാന്ത് പോലെയുള്ള അസുഖങ്ങളൊന്നും തന്നെ പരീക്ഷിക്കരുതേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ. എന്ത് തന്നെ സംഭവിച്ചാലും അള്ളാഹുവിന്റെ വിധിയിൽ സമാധാനിക്കുകയും എവിടെയെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെടാത്ത പൂജകൾ നടക്കുന്നിടത്ത്, അള്ളാഹുവിന്റെ ദീനിന് വിരുദ്ധമായ ആചാരങ്ങൾ നടക്കുന്നിടത്ത് ശമനമുണ്ടെന്ന് പറഞ്ഞു കേട്ടാൽ പോലും അതിലേക്ക് ഞാനില്ല. അള്ളാഹു തന്ന രോഗം കൊണ്ട് മരിക്കുകയാണെങ്കിൽ തന്നെയും ഒരു ശിർക്കിലേക്കോ കുഫറിലേക്കോ ഞാൻ പോവുകയില്ല എന്ന ആ ഒരു ഉറച്ച തീരുമാനം ഖൽബിൽ വരണം. അള്ളാഹു അത്തരത്തിലുള്ള ഈമാൻ നമുക്കൊക്കെ റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ. ചിലപ്പോ പതറിപ്പോവില്ലേ, ചിലപ്പോ പോയി നോക്കി അങ്ങനെ പറയാം മനുഷ്യന്മാര്. ഒന്ന് ചെന്ന് നോക്കി 25 രൂപ കൊടുത്താൽ പോരെ. പക്ഷേ അത് അല്ലാഹുവിനെ ആരാധിക്കുന്നതല്ലാത്ത മറ്റേതെങ്കിലും ആരാധ്യ വസ്തുക്കളുടെ ഇബാദത്തിനെ സഹായിക്കുന്ന ഫണ്ടിലേക്ക് പോവുകയാണെങ്കിൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് കുഫ്റിനെ സഹായിക്കലാണ്, നമുക്കത് ഹറാമാണ്.
ഒരു കാഫിറിനെ, അമുസ്ലിമായ മനുഷ്യനെ സഹായിക്കാൻ പറ്റും, അമുസ്ലിമായ മനുഷ്യന് സ്വതക്ക കൊടുക്കാൻ പറ്റും, അമുസ്ലിമായ മനുഷ്യന് ഒരു പൂജാരിക്ക് പോലും നമുക്ക് ദാനധർമ്മം ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു പൂജയെ, ഇസ്ലാമേതര വിശ്വാസത്തെ നമുക്ക് സഹായിക്കാൻ പാടില്ലല്ലോ. അല്ലാഹു അങ്ങനെയല്ലേ പറഞ്ഞത്? അതുകൊണ്ട് ഉറച്ച ഈമാൻ, പതറാതിരിക്കാൻ. പെണ്ണുങ്ങളെ, ഇങ്ങനെയൊക്കെ ഒരുപാട് ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ പിന്നെ ഒരു ക്ഷേത്രം കണ്ടു 2 ദിവസം മുമ്പ്. അപ്പോ ആ നാട്ടുകാരനായ സുഹൃത്ത് പറയാൻ, ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ ഹിന്ദുക്കൾ വന്നു പോകുന്നുണ്ട്, കൂട്ടത്തിൽ മുസ്ലിം പെണ്ണുങ്ങളുണ്ട് എന്നാണ് എന്റെ ബലമായ വിശ്വാസം. എന്താ അതിന്റെ അർത്ഥം? നമുക്കൊന്നും ഇസ്ലാം മനസ്സിലായിട്ടില്ലേ? ഇസ്ലാം എന്താണ്? ദീൻ എന്താണ്? ദീനുൽ ഹഖ് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വ്യത്യാസം എന്താണ്? നമുക്കറിയുന്നില്ലേ പെണ്ണുങ്ങളെ, സഹോദരിമാരെ? അതുകൊണ്ട് അബദ്ധങ്ങൾ ചെയ്തു പോവല്ലേ. സംഭവിച്ചു പോയത് അല്ലാഹു പുറത്തു തരട്ടെ. അഫല്ലാഹു അമ്മാ സലഫ, അല്ലാഹു തആല കഴിഞ്ഞു പോയ തെറ്റുകൾ നമുക്ക് മാപ്പ് തരട്ടെ. വമിൻഹും മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫ്, അല്ലാഹുവിന്റെ റസൂലിനോട് വന്നല്ലേ ആ സഹോദരി പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇന്നി ലഉസ്റർ, എനിക്ക് അപസ്മാര രോഗം വരാറുണ്ട് നബിയേ, ഉദ്ഉല്ലാഹ അയശ്ഫിയനി, എനിക്ക് അല്ലാഹു ആ രോഗം ശിഫയാക്കി തരാൻ അങ്ങൊന്ന് ദുആ ചെയ്യണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു ഈ ഹദീസിനെ സംബന്ധിച്ച്? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, താബഈങ്ങളിൽ പ്രമുഖനായ അച്ഛാ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറയുന്നു, യാ അച്ഛാ, അച്ഛായേ, ഹൽ തുഹിബ്ബു, നിങ്ങൾക്ക് ഇഷ്ടമാണോ, അൻ തറംറഅതൻ മിൻ നിസാഇൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരു പെണ്ണിനെ നിങ്ങൾക്കറിയുമോ? അങ്ങനെയുണ്ടോ? ഉണ്ട്. തിൽക്കൽ മർഅതു സൗദാ, ആ കറുത്ത പെണ്ണ് സ്വർഗവാസിനിയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് പറഞ്ഞു. എന്തേ? ഒരിക്കലവർ അല്ലാഹുവിന്റെ റസൂലിന് മുമ്പിൽ വന്നു, നബിയോട് പറഞ്ഞു, നബിയേ, അപസ്മാര രോഗമുണ്ട് നബിയേ, ഞാനങ്ങ് വീണുപോകും. അങ്ങാടിയിൽ നടക്കുമ്പോഴേ, റോട്ടില്, വീട്ടില്. ഹബീബായ നബി, എന്റെ വിഷമം അതല്ല, വഅതകശഫു നബിയെ, എന്റെ ഔറത്ത് വെളിവാകുന്നുണ്ട്, മനുഷ്യന്മാർ കാണാൻ പാടില്ലാത്ത ശരീരഭാഗങ്ങൾ വെളിവാകുന്നുണ്ട് നബിയെ, ബോധല്ലാതെ കിടക്കുമ്പോ അങ്ങനെ സംഭവിക്കുന്ന എനിക്കൊരിക്കലും തടയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് റസൂലേ, ഉദ്ഉല്ലാഹ, അല്ലാഹുവിനോട് ദുആ ചെയ്യണേ നബിയെ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, അല്ലാഹ് ശിഫ തരാൻ. തങ്ങൾ എന്താ പറഞ്ഞത്? 2 ചോയ്സ് കൊടുത്തു തങ്ങൾ. എന്ത്? ഒന്നുകിൽ ഞാൻ ദുആ ചെയ്യാം, അല്ലാഹു നിങ്ങൾക്ക് ശിഫ തരും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കാം, അല്ലാഹു സ്വർഗം തരും. എന്ത് വേണം ചോദിച്ചു. ആ സഹോദരി ചിന്തിച്ചില്ല എന്നാ, എനിക്ക് സ്വർഗം മതി നബിയെ, ഞാൻ സഹിച്ചോളാം നബി, എനിക്ക് സ്വർഗം മതി. എന്നാലും നബിയെ, ഒരു കാര്യം കൂടെ അങ്ങ് എനിക്ക് ചെയ്തു തരണം. എന്ത്? ഈ അപസ്മാര രോഗം ഞാൻ സഹിച്ചു കൊണ്ട് നടക്കാൻ ഒരുക്കമാണ്. പക്ഷേ മനുഷ്യന്മാർക്കിടയിൽ വെച്ച് ഞാനങ്ങ് അപസ്മാരമിളകി വീഴുമ്പോ എന്റെ ഔറത്ത് വെളിവായി പോകും. അതുകൊണ്ട് എന്റെ വസ്ത്രം നീങ്ങിപ്പോകാതിരിക്കാൻ അങ്ങ് അല്ലാഹുവിനോടൊന്ന് പറയുമോ നബിയെ? അങ്ങ് പറഞ്ഞാൽ അല്ലാഹു സ്വീകരിക്കുമല്ലോ. ആ പെണ്ണിന് വേണ്ടി ഹബീബായ തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. അല്ലാഹുവേ, ഈ സഹോദരി അപസ്മാര രോഗം കൊണ്ട് നടക്കാൻ ഒരുക്കമാണ്, നിനക്ക് വേണ്ടി ക്ഷമിക്കാൻ ഒരുക്കമാണ്, അത് കാരണം സ്വർഗം വാങ്ങിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ എവിടെ വീണാലും അല്ലാഹുവേ, പെണ്ണിന്റെ വസ്ത്രം നീങ്ങിപ്പോവരുത്. പിന്നെ ഇവിടെ ബോധം കെട്ട് വീണാലും അപസ്മാരമിളകി വീണാലും ഔറത്ത് കാണാറില്ല. സ്വർഗം വാങ്ങിപ്പോയില്ലേ? ക്ഷമിച്ചു അല്ലാഹുവിന്റെ. അയ്യുമാ